ഇതാണ് നമ്മുടെ പല്ലാവൂര് കേട്ടോ. പല്ലാവൂര് ജംഗ്ഷനാണ് ഈ കാണുന്നത്. എല്ലാ ആൽമരവും ഒരു ക്ഷേത്രമൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഗ്രാമമാണ് ഈ പല്ലാവൂർ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു അടിപൊളി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നെന്മാറ റൈറ്റ് പോയി കഴിഞ്ഞാൽ നെന്മാറ നെല്ലിയാമ്പതിയൊക്കെയാണ്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ലെഫ്റ്റാണ്. കൊല്ലങ്കോട് ഭാഗത്ത് ഒരു അടിപൊളി സ്ഥലമുണ്ട്, നല്ലൊരു കാഴ്ചയുണ്ട് കേട്ടോ കേസ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് ഞാൻ പോകെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയാലാണ് നെന്മാറ, എന്താ പറയുക, നമ്മുടെ നെല്ലിയാമ്പതിയൊക്കെ. നമുക്ക് ലെഫ്റ്റ് അല്ലേ പോകേണ്ടി, നമുക്ക് പോകേണ്ടത് ലെഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ടീ സ്റ്റാളുകൾ ഒക്കെ കാണാം. നമുക്ക് പോണവിടെ നല്ല നമ്മൾ കൊല്ലങ്കോടിലെ ഭംഗി പോലെയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേസ്. ഇപ്പോൾ എന്തായാലും മറച്ചു വയ്ക്കുന്നില്ല. എലവഞ്ചേരിയിലേക്കാണ് നമ്മൾ പോണത്. അവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ്. അപ്പോൾ എലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നെന്മാറ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ എലവഞ്ചേരി പഞ്ചായത്തിലേക്ക് കയറിയിട്ടാണ്. ഇവിടെയും ഒരേ നമ്മുടെ കൊല്ലങ്കോട് ഭാഗത്തെ പോലെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ട് ഫേമസ് ആയത് എലവഞ്ചേരി കത്തികൾ, കൊടുവാളുകൾ, അതൊക്കെ മെയിനായിട്ട് എന്താ പറയുക നിർമ്മിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ എലവഞ്ചേരി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ കൊല്ലങ്കോട്, നമ്മൾ ഈ സീതാർകുണ്ട്, താമരപ്പാടം, നമ്മൾ ഈ മലകൾ കാണുന്ന ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അതേപോലെ വ്യത്യസ്തമായൊരു ബ്യൂട്ടി കാണുന്ന, അതെ, അതിൻ്റെ മലയുടെ വേറൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എലവഞ്ചേരിയിൽ നിന്ന് കാണുന്ന നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ മഴകളൊക്കെ പെയ്തുകൊണ്ട് ചിലപ്പോൾ ചെറിയ ചെറിയ തോതിൽ ഇപ്പോൾ വെള്ളച്ചാട്ടങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മലയിൽ ഒരുപാട് ഞങ്ങൾ ദൂരെ നിന്നേ നിറയെ മഞ്ഞ് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന മലൻ്റെ മേലെ കൂടെ ആയിട്ട് കേസ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കിട്ടുമ്പോഴാണ് ഞങ്ങൾ പോണത്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ടൗണിനടുത്തുള്ള ഒരു മനോഹരമായ ഗ്രാമമാണ് എലവഞ്ചേരി. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ നെന്മാറ ബ്ലോക്കിലും ചിറ്റൂർ താലൂക്കിലും സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് എലവഞ്ചേരി. പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം അതിമനോഹരമായ പ്രകൃതി ഭംഗിക്കും പച്ചപ്പിനും പേര് കേട്ടതാണ്. അപ്പോൾ കേസ് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. എലവഞ്ചേരിയിൽ നിന്ന് നമ്മളൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവുകയാണ്. പോകുമ്പോൾ നോക്കുക, നല്ല കവുങ്ങും തോട്ടം, നല്ല ഭംഗിയിലും നിറയെ ഒരുപാട് അല്ലേ, വേറെ എവിടെയോ വ്യത്യാസം പോലെ ഉണ്ട് അല്ലേ സൗമ്യ? കവുങ്ങും തോട്ടങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. നമുക്ക് നേരെയാണ് പോകേണ്ടത്. നമുക്ക് അവിടെ പോയിട്ടേ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേസ് നമ്മൾ വരുന്നത് കേട്ടോ. നോക്കാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ആ വ്യൂ പോയിൻ്റ് അടുത്ത് എത്തിയിട്ടാണ്. അപ്പോൾ അവിടെയൊക്കെ കുറേ കുട്ടികൾ, പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു കുന്ന് കണ്ടില്ലേ, ഈ കുന്ന്, ആ ഭാഗത്തൊക്കെ നല്ല മലകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ എലവഞ്ചേരിയിലുള്ള പാടി വ്യൂ പോയിന്റിൽ എത്തിയിട്ടാണ്. പാടി വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ നെല്ലിയാമ്പതി മലനിരകളെ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നോക്കാം. ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ വന്നിട്ട് പോകുന്ന നോക്കാം, മലയിൽ നിന്ന് വേറെ മലയിലേക്ക്. അല്ല, ഇവിടെ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കുക, അടിപൊളി വ്യൂ ആട്ടാ, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ കൊല്ലങ്കോട് പോലെ തന്നെ അതിമനോഹരമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മുടെ ഈ മലനിരകളും പച്ചപ്പും ഒക്കെ ഇനി മഴക്കാലം കൂടി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേറെ ലെവലായിരിക്കും കേട്ടോ. ഈ ഭാഗത്തൊക്കെ പാടങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുള്ളൂ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും. പാലക്കാട് ടൗണിൽ നിന്ന് കുറേ കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ് കേട്ടോ. നമ്മൾ കൊല്ലങ്കോട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. താമരപ്പാട, സീതാർകുണ്ട്, വെള്ളച്ചാട്ടം, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കൊല്ലങ്കോട്, ചിങ്ങഞ്ചിറ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ പോയിട്ട് കുറേ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലങ്കോട് തന്നെയാണ്, കൊല്ലങ്കോട് ഭാഗത്ത് തന്നെയാണ്. കൊല്ലങ്കോട് കുറച്ച് മാറിയിട്ട് എലവഞ്ചേരി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് കേസ്. അപ്പോൾ എലവഞ്ചേരിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് വന്നാൽ നമ്മൾ ഈ നെല്ലിയാമ്പതി മലനിരകളുണ്ടല്ലോ, നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒറ്റ മലകളായി തോന്നുന്ന ആ മലകൾ ഇവിടെ
നോക്കുമ്പോൾ കാണുന്ന വലിയ മലകളായി തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഈ എലവഞ്ചേരി പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ എന്താ പറയുക സ്പെഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേസ്. അപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ ഉണ്ടല്ലോ, കുറേ സിനിമകളിലൊക്കെ ഭാഗമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് കേസ് ഈ കാണുന്നത്. ഒരുപാട് കൃഷികളാണ് ഇവിടെ. ഈ ഭാഗത്തൊക്കെ പാടങ്ങൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരെ അവിടെ കാണുന്നത് തെങ്ങിൻ കൃഷിയാണ്. തെങ്ങിൻ കൃഷി അവിടെയൊക്കെ തളം വെട്ടുന്നത് കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ എന്താ പറയുക, ഈ ഭാഗത്തൊക്കെ അതേപോലെ തെങ്ങും കവുങ്ങും അങ്ങനെയുള്ള ഓരോ കൃഷികളാട്ടെ ഈ ഭാഗത്ത്. പിന്നെ ഇവിടുത്തെ നിൽക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല കാറ്റും നല്ല ശുദ്ധമായ വായുവൊക്കെ സൂക്ഷിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റുക. നല്ല മലനിരകളുടെ നല്ല കാഴ്ചയും. ഇപ്പോൾ ഒരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ചകളായിരിക്കും. ഇനി മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ മലകളിൽ നിന്നും ഈ കുന്നുകളിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കൂടി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ വരുന്നവർക്ക് ഇവിടെ അടിപൊളിയായിരിക്കും. അപ്പോൾ കൊല്ലങ്കോട് വരുന്നവർ ഈ എലവഞ്ചേരിയിൽ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേസ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഈ ചെറിയൊരു കുഞ്ഞു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടാണ്. ഇവിടെ വന്നപ്പോൾ കുറേ പേര് ഇവിടെ വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. ഈ മേഘങ്ങൾ ഇങ്ങനെ വന്ന് മലനിരകളെ തഴുകി ഇങ്ങനെ പോകുന്ന ആ കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ കുന്നിൻ്റെ താഴത്തേക്ക് പോകാട്ടെ കേസ്. ആ ഭാഗത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടി കണ്ടിട്ട് തിരിച്ചു പോകാനായിട്ടാണ് എന്തായാലും ഇവിടെ വന്നത്. എന്തായാലും നമുക്ക് നല്ല സന്തോഷമായിട്ട് കേസ്. നല്ല പച്ചപ്പും കാര്യങ്ങളും ഇവിടുത്തെ ഈ മലനിരകളും മേഘങ്ങളും ഒക്കെ കാണാൻ പറ്റി. വലിയൊരു മഴ വരുന്ന ഒരു ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് എലവഞ്ചേരിയിൽ വന്ന് ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. രണ്ട് സൈഡ് പാടങ്ങളും നടുക്ക് നല്ല എന്താ പറയുക നല്ലൊരു റോഡും കുറേ വീടുകളും ഈ ഭാഗത്ത് കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പാടങ്ങൾ എന്താ പറയുക കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മഴക്കാലത്താണ് ഇവിടെ നല്ല ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടാണ് കേസ്. അപ്പോൾ എന്തായാലും കൊല്ലങ്കോട് വിസിറ്റ് ചെയ്യണവർ എലഞ്ചേരിയിലുള്ള ഇങ്ങനെയുള്ള കുറേ നമുക്ക് അറിയപ്പെടാത്ത കുറേ സ്ഥലങ്ങളും കൂടിയുണ്ട്. അവിടെയൊക്കെ വന്ന് ആളുകളുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ട് കേസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫേസ്ബുക്കിലും ഷിജു മിയോ തന്നെയാണ് എൻ്റെ ചാനലിൻ്റെ പേരിട്ട് കേസ്. അതിലും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇടാത്ത വീഡിയോ ഫേസ്ബുക്കിലും കൂടി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ ഈ നേരെ കാണുന്ന ഈ കുന്നുകളിൽ കേസ് ഒരുപാട് നമ്മൾ അടുത്തെത്തുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ ദൂരം നിന്ന് കാണുമ്പോൾ എവിടെയോ അത്രയോ വലുതുപോലെ തോന്നും. പക്ഷേ അടുത്തെത്തുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്.